അങ്ങനെ 15 ദിവസത്തെ ലീവിന് ശേഷം കാക്കു തിരിച്ചു പോവാണ്. പോവാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഡ്രസ്സിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫുഡ് ഐറ്റംസും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അവിൽ, അരി, സാമ്പാർ പൊടി, മറ്റ് മസാലപ്പൊടികളൊക്കെയാണ് കേട്ടോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇതൊക്കെ കിട്ടാൻ പ്രയാസമാണ്. പിന്നെ കിട്ടിയാലും ഇവിടെ കിട്ടുന്ന ഒരു സെയിം സാധനം കിട്ടൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യം അതും കൂടെ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ബാഗ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ബാഗെല്ലാം റെഡിയാക്കിയിട്ട് ഇട്ട് നോക്കുകയാണ് കേട്ടോ ഇതും കൊണ്ട് എങ്ങനെ പോകുന്നു. പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് തന്നെ ബസ്സോ ട്രെയിനോ ഒന്നും ബുക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ വീട് വരെ ബൈക്കിന് പോയിട്ട് അവിടുന്ന് കോഴിക്കോട് പോയി ട്രെയിൻ കയറാനാണ് പ്ലാന്. അതുകൊണ്ട് തന്നെ മഴയില്ലാത്ത സമയം നോക്കി ഇറങ്ങി. അത്രയും വെയിറ്റുള്ള ബാഗും ഞങ്ങളും ബൈക്കിൽ തന്നെ പോരാൻ തീരുമാനിച്ചെങ്കിലും വഴിയിൽ വെച്ചിട്ട് നല്ല മഴ ചെയ്തു കേട്ടോ. കുറച്ച് സമയം അവിടെ കയറി നിന്നു. ഒരു ഹോട്ടലിൻ്റെ മുന്നിലായിരുന്നു കയറി നിന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് ഓരോ ബിരിയാണിയൊക്കെ കഴിച്ചിരുന്നു. കുറേ സമയം നിന്നിട്ട് മഴ ചോരാത്തതുകൊണ്ട് തന്നെ പിന്നെ ഞാനൊരു ഓട്ടോയിൽ കയറിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. ഞാനും ബാഗും കൂടെ ഓട്ടോയിൽ പോന്നു. കാക്കു പിന്നെ കോട്ടൊക്കെ ഇട്ടിട്ട് ബൈക്കിലായിട്ടും വന്നു. അങ്ങനെ വീട്ടിലെത്തി ജ്യൂസും ചായയൊക്കെ കുടിച്ചിട്ട് മൂപ്പര് പോയി. ഇനി കുറച്ച് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും. ഇവിടുത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.